ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും നന്ദി. എൻ്റെ പേര് ലിഡിയ നിജി. ഞാൻ ആലുവ അടുത്ത് ചൊവ്വര സെൻറ്റ് മേരീസ് ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ ഉടമ്പടി ആദ്യം ഇത് സാധാരണ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ്. ഈശോയോടും മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുമെന്നാൽ ഭയങ്കരമായൊരു ഭക്തി, അങ്ങനെ വിശ്വാസമല്ല. എന്നാലും മാതാവിനോട് അങ്ങനെ ഒരു ഭയങ്കര അടുപ്പം എൻ്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പിന്നീടാണ് പല അനുഭവങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 2008 എൻ്റെ കോഴ്സ് പാസ്സായതാണ്. അതിനുശേഷം ഞാൻ ഒരു 2021 വരെ എല്ലാ വർഷങ്ങളും തന്നെ PG എൻട്രൻസ് എഴുതുമായിരുന്നു. അപ്പോൾ എപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജസ്റ്റ് മിസ്സാവും, അല്ലെങ്കിൽ പിന്നെ കിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കൊന്തയിലിട്ടുണ്ട്, ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ കൃപാസനത്തിലൊരു ഉടമ്പടി പ്രാർത്ഥിക്കണം അങ്ങനെയൊന്നും എനിക്കൊരു ചിന്തയോ ഒന്നും ഉണ്ടായിട്ടില്ല. എതിർപ്പില്ല, പക്ഷേ എന്നാലും എനിക്ക് വരണോ വേണ്ടയോ എന്ന് എനിക്കൊരു സംശയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫാദറിലോ 2019 അപ്പച്ചന് പാൻക്രിയാസിൽ സ്റ്റോൺ വന്നു. അപ്പോൾ അന്ന് അപ്പച്ചന് ഇവിടെ ഉടമ്പടി എടുത്തു, സർജറി പറഞ്ഞിരുന്നതായിരുന്നു. അപ്പോൾ അത് മാറിക്കിട്ടി. അപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത പോയില്ല. ആ വർഷം 2021 ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി പോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഓൾ ഇന്ത്യ പരീക്ഷയാണ്. അന്ന് ഓൾ ഇന്ത്യ പരീക്ഷയായി ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പോൾ അതിനു മുമ്പ് സ്ക്രീനിങ് കൊണ്ട് ഹോളിലേക്കൊന്നും കൊന്തയോ അങ്ങനെയൊന്നും കയറ്റാൻ പാടില്ല എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരം ചെല്ലുന്ന ഒരു കൊന്ത കൊണ്ടാണ് പോയത്. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ എന്നോട് അപ്പച്ചൻ പറഞ്ഞു, നീ ഈ കാശുരൂപം കൊണ്ട് പോയിക്കോ, ഇത് മാതാവ് സഹായിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വാങ്ങി വെച്ചു, വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി. കാരണം എനിക്കറിയാം ഞാൻ എൻ്റെ കൊന്തയെ കയ്യിൽ പിടിക്കുള്ളൂ എന്ന്. അവിടെ ചെന്നപ്പോൾ അതിൽ മെറ്റൽ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. കൊന്ത എനിക്ക് കയറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ മാതാവിൻ്റെ കാശുരൂപത്തിനകത്ത് ഉള്ള ആ മെറ്റലിൻ്റെ ഭാഗം ഞാൻ മാറ്റി. അതുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി കയറുന്നത്. ഞാനങ്ങനെ വലിയതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം കോവിഡിൻ്റെ സമയമായിരുന്നു. എനിക്കൊരു ചെറിയ മോളുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓൾ ഇന്ത്യയിൽ എൻട്രൻസിൽ പരീക്ഷയ്ക്ക് കിട്ടുകയും ഞാനങ്ങനെ 14-15 വർഷങ്ങൾക്ക് ശേഷം 2021 ഞാൻ എൻട്രൻസ് PGക്ക് ജോയിൻ ചെയ്തു. ഇപ്പോൾ എൻ്റെ PG തീരാൻ പോവുകയാണ്. പക്ഷേ അത് കിട്ടിയപ്പോൾ പോലും എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഒരു കാശുരൂപം വെച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ആ മാതാവിൻ്റെ ഒരു മധ്യസ്ഥ, കൃപാസനമ്മേൻ്റെ ഒരു മധ്യസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കോളേജിൽ എനിക്ക് ഹൈദരാബാദിലാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത്, മക്കൾ ഇവിടെയുണ്ട്, പേരൻസ് ഇവിടെയുണ്ട്. അവരുടെയൊക്കെ രോഗത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, എനിക്ക് സമാധാനമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ ടെൻഷനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതുപോലെ ടോക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഒരു ഉടമ്പടി എടുക്കണം തോന്നിയപ്പം പെട്ടെന്ന് ഞാനിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പരീക്ഷ അന്ന് ഞാൻ ഈ രൂപമായിരുന്നല്ലോ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നത് എന്ന് ആകസ്മികമായിട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരിക ചെയ്തത്. അപ്പോൾ അത്ര പോലും ഒരു ബോധത്തോടു കൂടെ ഞാൻ ഇല്ലായിരുന്നിട്ട് മാതാവിനെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ച് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ 2022 20-ാം തീയതി 11-ാം മാസം 20-ാം തീയതി ഞാൻ ഓഫ്ലൈൻ, അതായത് തീർത്ഥാടനമായിട്ട് ഉടമ്പടി എടുത്തു. അതിന് മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കൂടെ ഒരാളുടെ സാന്നിധ്യം ഉള്ള പോലെ, ഒരു ഉറപ്പുള്ള പോലെ, ഒരു അമ്മയുള്ള പോലെ. ഇപ്പോൾ ഇപ്പോഴും നമുക്കൊരു അമ്മ വേണം. നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ നിൽക്കാനായിട്ട് അമ്മയുണ്ടല്ലോ എന്നുള്ളൊരാശ്വാസം. വലിയൊരു സങ്കടം വന്നു കഴിയുമ്പം കുഴപ്പമില്ല, ഇത് നീ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ധൈര്യം കിട്ടുന്ന ഒരു ഫീലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിനിടയിൽ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള നിയോഗങ്ങളെക്കാൾ കൂടുതൽ അല്ലാതെ നിത്യജീവിതത്തിലുള്ള ഒരു സാന്നിധ്യവും, ഇങ്ങനെ സുഗന്ധാഭിഷേകമൊന്നും അല്ല, പക്ഷെ എന്നാലും ഒരു ധൈര്യം, എവിടെന്നോ ഒരു ധൈര്യം മനസ്സിന് കിട്ടുന്ന പോലെ. ഞാൻ ഭയങ്കര പേടിയും ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ എനിക്ക് ഓരോ ദിവസത്തിനും ആവശ്യമായ രീതിയിലുള്ള കൃപകളോ, അതാത് ദിവസത്തിന് ആവശ്യമായ ധൈര്യം അതാത് ദിവസം തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ആ സമയത്ത് ഇത് കൂടാതെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്ന ഒരു കാര്യമാണ്, എൻ്റെ മോൾക്ക് കൺജനറ്റൽ ഹൈപ്പോതൈറോയിഡിസം. ജനിച്ചപ്പോൾ മുതൽ 17-ാമത്തെ ദിവസം മുതൽ അവൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ 3 വയസ്സ്, അത് ഞാൻ നിയോഗത്തിൽ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. 3 വയസ്സ് വരെ മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവൾക്ക് 5 വയസ്സ് കഴിഞ്ഞു. ഇനി ടെസ്റ്റുകൾ മാത്രം. 3 വയസ്സിന് ശേഷം പിന്നെ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. ടെസ്റ്റുകളിലെല്ലാം നോർമൽ റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ നിയോഗത്തിൽ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു നിയോഗമാണ്. അതുപോലെ ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു 2-2.5 മാസത്തോളം എനിക്ക് എക്സ്റ്റൻഷനുണ്ട്. കാരണം ഇവിടെ എപ്പോഴും അസുഖങ്ങളായിരുന്നു. എൻ്റെ മോന് ഇതുപോലെ തന്നെ ചെറുപ്പത്തിലെ ആസ്മേൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒരിടയ്ക്ക് അത് മാറി. പക്ഷേ പെട്ടെന്നൊരു കൂടുതലായിട്ട് ICUവിൽ അഡ്മിറ്റായി. സാച്ചുറേഷൻ ലെവൽ കയറുന്നുണ്ടായിരുന്നില്ല. അപ്പം അന്ന് ഹസ്ബൻഡ് ഇതുപോലെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ പറഞ്ഞിരുന്നു, പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ലായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ നിയോഗങ്ങളും പൂർത്തിയാവട്ടെ, എല്ലാ നിയോഗങ്ങളും കിട്ടട്ടെ, ആ ഒരു വിചാരത്തിലും. പിന്നെ പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം പറയാൻ പറ്റുമോ, എൻ്റെ അനുഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ, ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ, അങ്ങനെയുള്ള പല ചിന്തകളായിരുന്നു എന്നെ സാക്ഷ്യം പറയുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയത്.
അപ്പോൾ ഇപ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ വരുന്നവരെ അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു ചുമ തുടങ്ങി. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ഞാൻ സാക്ഷ്യം പറയണതാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നായിരുന്നു. അപ്പം പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഈ ഇടയ്ക്ക് വയ്യാതായി. അത് ഒരു 2 മാസത്തോളം എന്താണ് അസുഖം എന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഹാർട്ടിൻ്റെ കാണിച്ചു, ഹാർട്ട് നോർമലാണെന്ന് പറഞ്ഞു. എപ്പോഴും ഒരു രാത്രി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങ് തല കറങ്ങിപ്പോകും. പിന്നെ കുറച്ച് നേരം അവിടെ കിടക്കും. അങ്ങനെ ന്യൂറോയെ കാണിച്ചു, എല്ലായിടത്തുനിന്നും ഓക്കെ, ക്ലിയർ, ഒരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാതെ കുറേ കാലം ഫിറ്റ്സിൻ്റെ മെഡിസിൻ, ഒരു 2-2.5 മാസത്തോളം ഫിറ്റ്സിൻ്റെ മെഡിസിൻ കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ആയപ്പോൾ ഇതുപോലെ 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് അതിൻ്റെ ആ ഒരു കാണിക്കുന്ന ഒരു 2 ദിവസം മുമ്പ് വീണ്ടും പോയി ECG ഒക്കെ എടുത്ത് എല്ലാം നോർമലായിട്ടിരുന്നതായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് രാവിലെ വെളുപ്പിന് 3 മണിക്ക് ആൾ ബോധം കെട്ടുപോയി. വീണ്ടും ഒന്ന് അതിൽ നിന്ന് ഉണർന്ന് വന്നപ്പോഴേക്കും വീണ്ടും ഒരു 6 മണിയായപ്പോൾ വീണ്ടും ബോധമില്ലാതായി. അങ്ങനെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ നോക്കുമ്പോൾ ഹാർട്ട് റേറ്റ് 35 ആ റേഞ്ചിലേക്കാണ് നിൽക്കുന്നത്. പിറ്റേ ദിവസം തന്നെ പേസ് മേക്കർ പിടിപ്പിച്ചു. ഇതിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇതാകുന്നത് ആ ഒരു 2-2.5 മാസത്തോളം ഈ ഒരു ലക്ഷണവുമായിട്ട് നടന്നിട്ടും പെട്ടെന്ന് ഹാർട്ടിന് കംപ്ലയിൻറ്റ് വന്നിട്ട് ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഓരോരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അമ്മേനോട് പറയും, അമ്മ 2 മാസത്തോളം മാതാവ് കയ്യിലാണ് പിടിച്ചുകൊണ്ടിരുന്നത്, ഈശോ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുവരുന്നത്. കാരണം അതിനിടയിൽ ഒരു 10-20 പ്രാവശ്യം ഇതുപോലെ ഫെയിൻറ്റിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹാർട്ട് ബീറ്റ് കുറയുന്നത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. 45 ഹാർട്ട് ബീറ്റ് എത്തുമ്പോൾ ഡോക്ടർ പറയും കുഴപ്പമില്ല, 40 താഴെയായി മതി, 45 ഉണ്ടല്ലോ. അങ്ങനെ എന്നിട്ട് ഈ സെഡേഷൻ ഉണ്ടാകാനുള്ള ഫിറ്റ്സിൻ്റെ മരുന്നും കഴിച്ചിട്ട് 2.5 മാസം നിന്നപ്പോൾ അത് ദൈവികമായൊരു സംരക്ഷണത്തിലാണ് ആ ജീവൻ നിലനിർത്തിയതെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഈ മോൻ്റെ കാര്യത്തിൽ അവനതിന് ശേഷം ആ സാച്ചുറേഷൻ്റെ പ്രശ്നം വന്നിട്ടില്ല. പിന്നെ അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിന് ശേഷമാണ് ആ ആശുപത്രിയിൽ ICUവിൽ നിന്ന് അവനെ മാറ്റിയത്, നോർമൽ ഇതിലേക്ക് മാറ്റിയത്. പിന്നെ അതുപോലെ എൻ്റെ ഫാദർ ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം മോളിൽ നിന്ന് വീണു. അതിലൊക്കെ വളരെ മിനിമലായിട്ടുള്ള ഇഞ്ചുറീസ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ എനിക്ക് എല്ലാം എടുത്ത് ഓരോന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയും നമ്മളെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അതല്ല ശരിക്കും. നമുക്ക് ഓരോ കാര്യത്തിലും ചിലപ്പം ദൈവം നമ്മളെ പിടിച്ചിങ്ങ് നീക്കി നിർത്തും. ആ നീക്കി നിർത്തുന്ന ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. അങ്ങനെയുള്ളൊരു സാന്നിധ്യവും ഒരു ധൈര്യവും എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, നിരാശപ്പെട്ടിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നോട് തന്നെ, ബാക്കിയുള്ളവരോട്. ചിലപ്പോൾ ഓപ്പണായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നമ്മുടെ പേഴ്സണൽ മൊമെൻറ്റ്സിൽ നമ്മൾ വെറുപ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്തോ ഒരു ധൈര്യം, നീ കരയണ്ട, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരധികം വരാറില്ല എന്ന് വെച്ചാൽ ഒരു ധൈര്യം ഉള്ളിൽ കിട്ടാറുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉടമ്പടി പലപ്പോഴും ചില സമയത്ത് നമുക്ക് ഉടമ്പടി ഒരു തളർന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് ശക്തിയില്ലാന്ന് തോന്നുന്ന സമയത്ത് ഏതെങ്കിലും ചിലപ്പോൾ ഒരു ടോക്കിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഒരാൾ കൂടെ ആയിരിക്കാം, ഇല്ല നീ മുമ്പോട്ട് പോ, നിനക്ക് ഇനിയും എൻ്റെ സംരക്ഷണം ഉണ്ട്. ചിലപ്പോൾ ഒരു ചെറിയൊരു മെസ്സേജ് ആയിരിക്കാം, നീ തളർന്നു പോകേണ്ട കുഞ്ഞ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് എപ്പോഴും എവിടെയെങ്കിലും ഒരു വഴി കൂടെ, അത് ആ ഒരു ദൈവത്തിൻ്റെ കരുതൽ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു കരുതലാണ് എപ്പോഴും എനിക്കത് ഫീൽ ചെയ്യാറുള്ളത്. ഇത് ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് വൈകിയതിൽ ഞാൻ മാതാവിനോട് ഈശോയോടും ക്ഷമ ചോദിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഒപ്പം തൽക്കാലം നാട്ടിലില്ലാത്തതുകൊണ്ട് ചില സമയത്തൊക്കെ അവിടെയുള്ളൊരു ഓർഫനേജ്, മെൻ്റലി റിട്ടാർഡായുള്ള കുട്ടികളാണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വരുമ്പോൾ എന്നെക്കൊണ്ട് പറ്റണ സമയത്തൊക്കെ ഞങ്ങൾ അവിടെ പോകാറുണ്ട്, അത് ചെയ്യാറുണ്ട്. പിന്നെ പത്രം വാങ്ങി വിതരണം ചെയ്യുന്നുണ്ട്. അത് എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലായ്പ്പോഴും എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല, എന്നാലും പലപ്പോഴും അത് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ നന്നായി ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. എൻ്റെ ഭാഗത്ത് കുറച്ച് വീഴ്ചകൾ വന്നിട്ടുണ്ട്, പക്ഷേ എന്നാൽ ഇനി ഞാൻ കൂടുതൽ നന്നായി അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. എങ്ങനെ